യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ ദൈവമക്കൾക്കും ക്രിസ്തുവിൻ്റെ സമാധാനം ആശംസിക്കുകയും നല്ലൊരു ദിവസം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 24-ാം തിരുവചനം. അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. യേശു സമറിയക്കാരി സ്ത്രീയുമായി സംസാരിക്കുമ്പോൾ തങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി മിശിഹ വരുമെന്നും തങ്ങൾ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ടെന്നും പറയുന്ന സമയം ഈശോ വളരെ വ്യക്തമായിട്ട് സമറിയക്കാരി സ്ത്രീയോട് പറയുകയാണ്, ദൈവത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത് എന്ന്. നമ്മുടെ പ്രാർത്ഥനകളും ആരാധനകളും എന്താണെന്ന് നമ്മൾ സ്വയം ചോദിക്കേണ്ട ഒരു സമയമായി. ആത്മാവിലും സത്യമായ ദൈവത്തിലുമാണോ നമ്മൾ ആരാധിക്കുന്നത്? നമ്മൾ പരാതികൾ മാത്രമല്ലേ പറയാറുള്ളൂ. ദൈവം ചൊരിഞ്ഞു തന്നിരിക്കുന്ന ഓരോ നിമിഷവും നമുക്ക് വേണ്ടി അനുഗ്രഹങ്ങൾ തരുന്നതിനെ ഓർത്ത് ഈ നിമിഷം പോലും ദൈവമാണ് നമ്മളെ കൈപിടിച്ച് കിടക്കയിൽ നിന്നും എഴുന്നേൽപ്പിച്ചതെന്ന് ചിന്തിക്കാതെ പരാതിയും പരിഭവങ്ങളും പറഞ്ഞ് ദൈവസന്നിധിയിലായിരിക്കുന്ന നമ്മൾ സമൃദ്ധമായ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതിന് നന്ദി പറയാറുണ്ട്. ദൈവീക സാന്നിധ്യത്തിനായിട്ട് നന്ദി പറയാറുണ്ട്. യേശുക്രിസ്തു നമുക്ക് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിനായിട്ട് നന്ദി പറയാറുണ്ട്. നമുക്ക് തന്നിരിക്കുന്ന തലമുറകളെ നിരന്തരം ദൈവം സഹായിച്ചുകൊണ്ട് അവരെ സംരക്ഷിച്ചുകൊണ്ട് ഇരിക്കുന്നതിന് നന്ദി പറയാറുണ്ട്. നമ്മളായിരിക്കുന്ന അവസ്ഥയ്ക്ക് നന്ദി പറയാറുണ്ട്. നമ്മളിപ്പോഴെന്തായിരിക്കുന്നു? നമ്മളെ പൂർണ്ണമായി വ്യക്തമായി അറിയുന്ന ഒരു ദൈവത്തിൻ്റെ അടുക്കലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് പൂർണ്ണമായി മനസ്സിലാക്കിക്കൊണ്ട് ആ ദൈവത്തിൻ്റെ മുന്നിൽ എനിക്കൊന്നും ഒളിക്കുവാനില്ല എന്ന് വ്യക്തതയോടെ ആ ദൈവത്തെ നിങ്ങൾക്ക് ആരാധിക്കുവാൻ സാധിക്കൂ. ആ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ആ ദൈവസന്നിധിയിൽ ആയിരിക്കുവാൻ സാധിക്കൂ. എങ്കിൽ നിങ്ങളുടെ ആരാധന ദൈവം സ്വീകരിക്കും. പത്രോസ് ശ്ലീഹ ഈശോയുടെ അടുക്കൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, കർത്താവേ, നിനക്ക് എന്നെ അറിയാമല്ലോ എന്ന്. അതെ, നമ്മളെ ഓരോരുത്തരെയും അറിയുന്ന ഒരു കർത്താവിൻ്റെ മുന്നിലാണ്, നമ്മുടെ നിസ്സഹായ അവസ്ഥകൾ അറിയുന്ന ഒരു ദൈവത്തിൻ്റെ മുന്നിലാണ് നമ്മൾ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്. അവിടെ പിന്നെ നമ്മൾ എന്തിനാണ് ജാടകൾ കാണിക്കുന്നത്? എന്തിനാണ് എല്ലാം ഒളിച്ചു വയ്ക്കുവാൻ ശ്രമിക്കുന്നത്? നമുക്കൊരു നിമിഷം നമ്മളെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട്, കർത്താവേ, ആത്മാവിലും സത്യത്തിലും
നിന്നെ ആരാധിക്കുവാൻ എന്നെ പൂർണ്ണമായി വിട്ടു തന്നുകൊണ്ട് നിൻ്റെ സന്നിധിയിലായിരിക്കുന്നുവെന്ന് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങൾക്ക് വേണ്ടതെല്ലാം തന്ന് സമൃദ്ധമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ നിമിഷം ലോകത്തിലെ 830 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും ദൈവസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. യുദ്ധങ്ങൾ ഒഴിവാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. കുടുംബസമാധാനത്തിനായിട്ട് പ്രാർത്ഥിക്കാം. യുദ്ധക്കെടുതിയിൽ കഷ്ടപ്പെടുന്ന ഓരോ മക്കളെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ കർത്താവും രക്ഷകനും നാഥനും ദൈവവുമായ യേശുക്രിസ്തുവിൻ്റെ സമാധാനം സന്തോഷത്തോടുകൂടി ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.